നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ പ്രചേതസ്സുകളുടെ കഥ എന്ന 19ാമത്തെ ദശകത്തിലെ 4ാമത്തെ ശ്ലോകം. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കൂ. സ്ഥവം ജപന്തസ്ഥമമി ജലാന്തരേ ഭവന്തമാസേ വിശദായുധം സമാഹ ഭവസുഖാസ്വാദരസാ സ്വമീക്ഷ്യാൻ ബഭൂവകാലോ ധ്രുവവന്ന ശീഘ്രത. അടുത്തതായി ശ്ലോകത്തിൻ്റെ പദച്ഛേദം നാം ചർച്ച ചെയ്യുന്നു, ശ്രദ്ധിക്കുക. സ്തവം ജവന്തഃ തം അമി ജലാന്തരേ ഭവന്തം ആസേവിശത അയുധം സമാഹ ഭവസുഖാസ്വാദരസാത് അമീക്ഷ്യാൻ ബഭൂവ കാലോ ധ്രുവവത് ന ശീഘ്രത. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. അമി തം ജലാന്തരേ സ്ഥവം ജപന്തഃ ഭവന്തം അയുധം സമാഹ ആസേവിശത ഭവസുഖാസ്വാദരസാത് കാലഃ അമീക്ഷ്യാൻ ബഭൂവ ധ്രുവവത് ശീഘ്രത ന കില. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ശിവനാൽ ഉപദേശിക്കപ്പെട്ട ഭഗവാന്റെ സ്തോത്രത്താൽ ആ പ്രചേതസ്സുകൾ മനോഹരമായ ആ സരോവരത്തിൽ 10,000 വർഷം മുങ്ങിക്കിടന്നുകൊണ്ട് അങ്ങയെ ഭജിക്കുവാൻ ആരംഭിച്ചു. ഭഗവാന്റെ ഭജനമാകുന്ന ആനന്ദത്താൽ രസം പൂണ്ട അവരുടെ ഭഗവത് സേവ അങ്ങനെ അയുധങ്ങൾ 10,000 ആണ്ടുകൾ നീണ്ടുനിന്നു. ധ്രുവൻ്റെ തപസ്സിനെ പോലെ അത് വേഗം തീർന്നില്ല. ഇതാകുന്നു പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.